आज की हिंदी कक्षा में सभी को स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ഭഗവതി ചരൺ വർമ്മയുടെ ഏകാംഗിയായ സബ്സെ ബഡ ആദ്മി എന്ന പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ഭഗവതി ചരൺ വർമ്മ ഹിന്ദി സാഹിത്യത്തിലെ നോവലിസ്റ്റും കഥാകൃത്തും നാടകകൃത്തും ഏകാംഗ നാടക രചയിതാവുമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു ഉപന്യാസമാണ് ചിത്രലേഖ. കൂടാതെ പതൻ, 3 വർഷ്, ടേഡേ മേഡേ രാസ്തെ, ഭൂലെ ബിസ്രെ ചിത്ര, രേഖ തുടങ്ങിയ വളരെ പ്രസിദ്ധമായ രചനകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 1971 അദ്ദേഹത്തിന് പത്മഭൂഷൺ, അതുപോലെ ഭൂലെ ബിസ്രെ ചിത്ര എന്ന് പറയുന്ന ഉപന്യാസത്തിന് അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. हिंदी साहित्य के सुप्रसिद्ध उपन्यासकार, कहानीकार, नाटककार एवं एकांगीकार है भगवती चरण वर्मा. उनके एक बहुचर्चित उपन्यास है चित्रलेखा. इसके अलावा पदन, चित्रलेखा, 3 वर्ष, टेढ़े मेढ़े रास्ते, भूले बिसरे चित्र, रेखा, सीधी सच्ची बातें आदि कृतियाँ लिखी हैं. 1971 में उनको पद्मभूषण मिला है. भूले बिसरे चित्र उपन्यास के लिए उनको साहित्य अकादमी पुरस्कार भी मिला है. उनके सबसे बड़ा आदमी एकांगी है. एकांगी और नाटक का अंदर एकांगी में एक ही अंग होते हैं और बहुत कुछ पात्र होते हैं. नाटक में तो अनेक अंग होते हैं और पात्र भी अनेक होते हैं. സബ്സെ ബഡ ആദ്മി എന്ന് പറയുന്നത് ഒരു ഏകാംഗിയാണ്. ഏകാംഗിയും നാടകവും തമ്മിലുള്ള വ്യത്യാസം, ഏകാംഗി എന്ന് പറഞ്ഞാൽ ഒരു അംഗം മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ദൃശ്യം മാത്രം അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നാടകത്തിലാണെങ്കിൽ ഒരുപാട് ഭാഗങ്ങളുണ്ടാകും, ഒരുപാട് കഥാപാത്രങ്ങളുണ്ടാകും. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. चलते हैं चैप्टर की ओर. सबसे बड़ा आदमी, ഏറ്റവും വലിയ മനുഷ്യൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ വ്യക്തി ആരാണ് എന്നതാണ് നമ്മുടെ ഈ ഏകാംഗിയുടെ നാമം. हमारे एकांगी का नाम है सबसे बड़ा आदमी. പല മേഖലകളിലും പല വ്യക്തിത്വങ്ങളും നമ്മൾ കൂട്ടുകാർക്കിടയിൽ പറയാറുണ്ട്, ആരാണ് വലുത്, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും റോൾ മോഡലാക്കി കൊണ്ട് നടക്കാറുണ്ട്. എന്നിട്ട് മറ്റുള്ളവരുമായിട്ട് വാദവിവാദത്തിൽ ഏർപ്പെടാറുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കഥാപാത്രങ്ങൾ ഇവിടെ അവരവരുടെ റോൾ മോഡലായ വ്യക്തിത്വങ്ങളെ വെച്ച് വാദവിവാദത്തിൽ ഏർപ്പെടുകയാണ്. सबसे बड़ा आदमी नाम के इस एकांगी में कुल मिलाकर 8 कथापात्र हैं. ये 8 कथापात्रों के बीच अपने अपने समर्थन करने वाले व्यक्तित्वों को लेकर वो बहस कर रहे हैं. പാത്രവും का परिचय हम करेंगे. കഥാപാത്രങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. गजाती जो है दुकानदार हैं. चिरौंजी गजाती का नौकर. राधे शंकर विश्वविद्यालय के विद्यार्थी. शर्मा जी कांग्रेस के कार्यकर्ता. मिस्टर वर्मा एक वकील. कामरेड अहमद एक കമ്മ്യൂണിസ്റ്റ്. രാമേശ്വർ പ്രസാദ് एक അഞ്ചാൻ വ്യക്തി. ഗജാത്തി എന്ന് പറയുന്നത് കട ഉടമയാണ്. ചിരോഞ്ചി എന്ന് പറയുന്നത് ഗജാത്തിയുടെ ജോലിക്കാരനാണ്, പണിക്കാരനാണ്. റാന്തയും ശങ്കറും യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളാണ്. ശർമാജി എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. മിസ്റ്റർ വർമ്മ എന്ന് പറയുന്ന ഒരു വക്കീലാണ്. കാമറേഡ് അഹമ്മദ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ്. രാമേശ്വർ പ്രസാദ് എന്ന് പറയുന്നത് ഒരു അഞ്ചാൻ, അറിയപ്പെടാത്ത ഒരു വ്യക്തി. ഇത്രയുമാണ് കഥാപാത്രങ്ങൾ. കുൽമിലാക്കർ 8 കഥാപാത്ര, 8 കഥാപാത്രങ്ങൾ. സ്ഥാൻ ഗജാതി का റെസ്റ്റോറൻറ്റ്. സമയം സന്ധ്യ. പ്ലേസ് നമ്മൾ സ്റ്റേജ് നമ്മൾ മനസ്സിൽ കാണുക.
ആ സ്റ്റേജിൽ ഒരു റെസ്റ്റോറൻറ്റ് കാണിക്കുന്നു. സമയം സന്ധ്യാസമയം. അത് ഗജാത്തിയുടെ റെസ്റ്റോറൻ്റാണ്. गजाती का रेस्टोरेंट सामने वाली दीवार को ढके हुए 2 अलमारियाँ कोनों से मिली रखी हैं. उस रेस्टोरेंट में सामने वाली दीवार का मतलब है वॉल, ചുമര്. ഒരു ചുമര് കാണിക്കുന്ന ആ ചുമരിന് മറച്ചുകൊണ്ട് 2 അലമാരികൾ 2 കോണിലായിട്ട് വെച്ചിട്ടുണ്ട്. 2 कोनों में 2 अलमारी रखी है. एक अलमारी में पाव रोटी, मक्खन, शक्कर, चाय आदि सामान है. ഒരു അൽമാരിയിൽ ബ്രെഡ്, വെണ്ണ, ശർക്കര, ചായപ്പൊടി തുടങ്ങിയ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. दूसरी में चीनी के बर्तन, कांटे, चूरी, चम्मच आदि हैं. और दूसरी अलमारी में बर्तन, പാത്രങ്ങൾ, കാണ്ടെ, ആണി, ചൂരി, കത്തി यानी चाकू और चम्मच, स्पून्स തുടങ്ങിയവ വെച്ചിട്ടുണ്ട്. दोनों अलमारियों के बीच में एक मेज़ रखी है. 2 അൽമാരിയുടെയും ഇടയിലായിട്ട് ഒരു ടേബിൾ വെച്ചിട്ടുണ്ട്. जिसमें शीशों के ढकने लगे हैं. അതിനകത്ത് അല്ലെങ്കിൽ അതിന് പുറത്തായിട്ട് കുറച്ച് കുപ്പികളുടെ അടപ്പുകൾ വെച്ചിട്ടുണ്ട്. ढकने എന്ന് പറഞ്ഞാൽ അടുപ്പുകളാണ്. അടപ്പ്. മേസ് മേ കേക്ക്, മിഠായി ആദി है. ആ ടേബിളിനകത്ത് കേക്കുണ്ട്, മിഠായിയുണ്ട് തുടങ്ങിയവ ഉണ്ട്. कमरे की दाहिनी दीवार पर 3 दरवाजे हैं. ആ റൂമിൻ്റെ റൈറ്റ് സൈഡിലായിട്ടുള്ള ചുമരിൽ, दाहिनी का मतलब है राइट, दीवार का मतलब है वॉल, 3 दरवाजे हैं. 3 വാതിലുകളുണ്ട്. जिन पर पर्दे पड़े हैं. അതിന് ആ വാതിലിന് ഒരു പർദ്ദ ഇട്ടിട്ടുണ്ട്. ये दरवाजे सड़क पर खुलते हैं. ആ വാതിൽ അല്ലെങ്കിൽ ആ ഡോർ എന്ന് പറയുന്നത് റോഡിലേക്ക് തുറക്കപ്പെടുന്നതാണ്. कमरे के बाईं ओर बीचों बीच एक दरवाज़ा है जो अंदर खुलता है. ആ റൂമിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇടയിലായിട്ട് ഒരു ഡോറുണ്ട്. അത് അകത്തേക്ക് കടക്കുന്നതാണ്. कमरे के बीचों बीच सामने की दीवार की सींध में 2 लंबी मेज़ें पड़ी हैं. ആ റൂമിൻ്റെ ഇടയിലായിട്ട് നടുവിലായിട്ട് सामने की दीवार की सींध में 2 लंबी मेज़ें पड़ी हैं. ചുമരിൻ്റെ നേരെ ആയിട്ട്, സീദ് മേ എന്ന് പറഞ്ഞാൽ നേരെ, റൈറ്റ് സൈഡിലായിട്ട് 2 लंबी 2 टेबल रखी है. मेज़ें, टेबल. इन मेज़ों पर तख्तों की जगह सीमेंट के टुकड़े जड़े हैं. ഈ ടേബിളിൻ്റെ പുറത്തായിട്ട് തക്തോ കി ജഗ, ഇരിപ്പിടത്തിന് പകരമായിട്ട് സിമൻറ്റ് കെ ടുക്കടെ ജഡേ, സിമൻറ്റ് കട്ടകളാണ് വെച്ചിരിക്കുന്നത്. മേസ് കെ ഊപ്പർ ഇധർ ഉധർ കുർസിയാൻ പടി. അതുപോലെ തന്നെ ടേബിളിൻ്റെ പുറത്തായിട്ട് അവിടെ ഇവിടെയായിട്ട് കുറച്ച് കസേരകളും ചെയേഴ്സും വെച്ചിട്ടുണ്ട്. दाहिनी तरफ दरवाजे से मिली हुई एक मेज़ है जिसके सामने एक कुर्सी पड़ी है. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ ഡോറിനോട് അടുത്തായിട്ട് एक मेज़ है, ഒരു ടേബിളുണ്ട്. ജിസ്കെ സാമനെ, അതിൻ്റെ മുമ്പിലായിട്ട് एक कुर्सी पड़ी है, അതിൻ്റെ മുമ്പിലായിട്ട് ഒരു ചെയറുണ്ട്. उस कुर्सी से मिली हुई एक ആറാം കുർസി പടി है. ആ കുർസിയോട് ചേർന്നുകൊണ്ട് ഒരു ആറാം കുർസി എന്ന് പറഞ്ഞാൽ കുറച്ച് റെസ്റ്റ് എടുക്കുന്ന, വിശ്രമിക്കുന്ന ഒരു ചെയറുണ്ട്. ആറാം കുർസിക്ക് പീഠ് മേസ് കി തരഫ്. ഈ ആറാം കുർസി ഒരു പ്രത്യേക കുർസിയാണ്. ആ കുർസിയുടെ പുറം എന്ന് പറയുന്നത് മേശയോട് അടുത്തായിട്ട് വരും. അതിൻ്റെ പുറം തിരിഞ്ഞു നിൽക്കുന്നത് മേശയുടെ അടുത്താണ്. അപ്പോൾ ഇത്രയുമാണ് അവിടുത്തെ बैकग्राउंड. हमने जो भी अभी पढ़ा वो रेस्टोरेंट का बैकग्राउंड है. अलमारी हो, दीवार हो, कुर्सी हो और कई सामान है उधर इधर रखे हैं.
कुछ भी ऑर्डर नहीं है। गजाती आराम कुर्सी पर लेटा हुआ एक अखबार पढ़ रहा है। गजाती जो है वो रेस्टोरेंट का मालिक है, वो आराम कुर्सी पर लेटा हुआ एक अखबार पढ़ रहा है. ചാരു കസാര എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ആറാം കുർസി. അതിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ അതിൽ കിടന്നുകൊണ്ടാണ് നമ്മുടെ ഗജാത്തി ന്യൂസ് പേപ്പർ പഠിക്കുന്നത്, ന്യൂസ് പേപ്പർ വായിക്കുന്നത്. वो अखबार पढ़ रहा है आराम कुर्सी में लेट कर. तो उनका शारीरिक विशेषता कद नाटा, शरीर धुबला पतला, स्पोर्ट शर्ट और पतलून पहने हैं, पैरों से मोजा नदारत, केवल चप्पल पहने हैं. ആ ചാരു കസേരയിൽ കിടന്നുകൊണ്ട് നമ്മുടെ ഗജാത്തി റെസ്റ്റോറൻറ്റിൻ്റെ മാലിക്, മുതലാളി, ന്യൂസ് പേപ്പർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശാരീരിക സവിശേഷത ഇപ്രകാരമാണ്: കതുനാട്ട, ഉയരം കുറഞ്ഞ, കതുനാട്ട എന്ന് പറഞ്ഞാൽ ഉയരം കുറഞ്ഞ, ശരീർ ദുബല പത്തല, ശരീരം എന്ന് പറയുന്നത് മെലിഞ്ഞ് ഉണങ്ങിയ നീളം പോലെ, സ്പോർട്സ് ഷർട്ട് ഒരു പത്തലൂൺ പെഹനെ ഹെ. സ്പോർട്സ് ഷർട്ട് എന്ന് പറഞ്ഞാൽ സ്പോർട്സ് ഷർട്ടും അതുപോലെ പത്തലൂൺ പാൻറ്റ് ആണ് ധരിച്ചിരിക്കുന്നത്, ഷർട്ടും പാൻറ്റുമാണ് ധരിച്ചിരിക്കുന്നത്. പേരോസെ മോജ നദാറത്ത്, കാലുകളിൽ ഷോക്സ് മിസ്സായി പോയിട്ടുണ്ട്. നദാറത്ത് എന്ന് പറഞ്ഞാൽ മോസ എന്ന് പറഞ്ഞാൽ സോക്സാണ്, നദാറത്ത് എന്ന് പറഞ്ഞാൽ ഗായബ്, കാണാതാവുക. കേവൽ ചപ്പൽ പെഹനെ ഹെ. ചില ഇടങ്ങളിൽ ഉത്തരേന്ത്യയിലൊക്കെ ചപ്പലിൻ്റെ കൂടെ തന്നെ ഷോക്സും ധരിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ ഷോക്സ് ഇല്ല, ചപ്പൽ മാത്രമാണ് ധരിച്ചിരിക്കുന്നത് ഗജാത്തി. കേവൽ ചപ്പൽ പഹന ഹെ, മോസ നഹി ഹെ, കद नाटा है, शरीर दुबला पतला. दाढ़ी, मूंछ, साफ उम्र 25 वर्ष से 40 वर्ष तक अंदाजी जा सकती है. താടിയും അതുപോലെ മീശയും ക്ലിയർ ചെയ്തിട്ടുണ്ട്, ഷേവ് ചെയ്തിട്ടുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏകദേശം 25 വയസ്സ് മുതൽ 40 വർഷത്തിനിടയിൽ എന്തെങ്കിലും ഒരു വയസ്സ് നമുക്ക് അനുമാനിക്കാം. 25നും 40നും ഇടയിലായിട്ട് വയസ്സ് തോന്നിക്കുമെന്നാണ് പറയുന്നത്. 25 और 40 वर्ष के अंदाजी, उनके बीच के वर्ष अंदाजी जा सकती हैं. चिरौंजी का बाईं और बाईं दरवाजे से प्रवेश. उस समय चिरौंजी आता है. അങ്ങനെ മറ്റൊരു കഥാപാത്രമായ ചിരൗഞ്ചി, ഗജാത്തിയുടെ നൗക്കറായ ചിരൗഞ്ചിയുടെ കടന്നുവരവാണ്. വലത്തോട്ടായിട്ട്, അതുപോലെ വലത്തെ ഡോറിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ കടന്നുവരവ്. ബായി ദർവാസെ സെ വോ ആത്തെ ഹെ ചിരൗഞ്ചി, ഗജാത്തി കാ നൗക്കർ. चिरौंजी, बाबूजी 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 कहकर पुकारते हैं चिरौंजी. चिरौंजी बाबूजी बाबूजी എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഗജാത്തി अखबार से नज़र उठाकर चिरौंजी की ओर देखते हुए, क्यों बे? നമ്മൾ നാടകത്തിലും ഏകാംഗിയിലുമൊക്കെ കഥാപാത്രങ്ങൾ പറയുന്ന സംഭാഷണത്തോടൊപ്പം അവരുടെ മുഖഭാവങ്ങളും അവരുടെ പ്രവൃത്തികളും നമ്മൾ ബ്രാക്കറ്റിലായിട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഇവിടെ ഗജാത്തി എന്താ ചെയ്യുന്നത് എന്നുള്ളതാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. हम नाटकों में और एकांगी में पात्रों का भावों का परिचय और वो क्या करता है उसका जिक्र हम ब्रैकेट में देते हैं नाटक और एकांगी में. तो यहाँ गजाती अखबार से नज़र उठाकर चिरौंजी की ओर देखते हुए, वही है ഷോട്ട്. അഖ്ബാറിൽ നിന്ന് കണ്ണ് എടുത്തിട്ട് ചിരൗഞ്ചിയിലേക്ക്
നോക്കുന്നതാണ് കാണിക്കേണ്ടത്. ക്യോ ബേ ഓർ कहते हैं क्यों बे, എന്താടോ എന്നുള്ള അർത്ഥം. ചിറോഞ്ചി ചായ ലേ ജായി, ചായ കൊണ്ടുവരട്ടെ എന്നാണ് ചോദിക്കുന്നത് ചിറോഞ്ചി. ഗജാത്തി അക്ബർ പഠനെ കെ ലിയെ ഉഠാതാ ഹൈ, വീണ്ടും ന്യൂസ് പേപ്പർ പഠിക്കാൻ വേണ്ടിയിട്ട് അതെടുക്കുന്നു. हाँ और कहते हैं हाँ चाय लेकर आओ. ചിറോഞ്ചി ദർവാസെ തക് ജാता है, ചിറോഞ്ചി ആ ഡോറിനടുത്തേക്ക് പോകുന്നു. ഗജാത്തി ചിറോഞ്ചി ഇധർ ആവോ और ഗജാത്തി कहते हैं ചിറോഞ്ചി ഇധർ ആവോ, ഇങ്ങോട്ട് വരൂ, ചിറോഞ്ചി ഇങ്ങോട്ട് വരൂ. ചിറോഞ്ചി ലൗട്ട്താ ഹെ, ചിറോഞ്ചി പോയടത്തു നിന്ന് തന്നെ തിരിച്ച് മടങ്ങുന്നു, തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നു. ഗജാത്തി क्यों जी आज तुमने एक पाव रोटी में 8 स्लाइसें क्यों निकाली हैं जबकि मैंने 12 निकालने को कहा था. गजाती चिरौंजी से पूछता है कि आपने ब्रेड आज 8 स्लाइसें क्यों निकाली हैं, എന്തിനാണ് ഇന്ന് 8 സ്ലൈസായിട്ട് 8 പീസായിട്ട് എടുത്തത്. जबकि मैंने 12 निकालने को कहा था, ഞാൻ 12 സ്ലൈസാക്കി എടുക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞത്, എന്തിനാണ് 8 എണ്ണം എടുത്ത് 8 स्लाइस क्यों ली है, मैंने 12 निकालने को कहा था. गजाती ने चिरौंजी से पूछा. चिरौंजी बाबूजी बाबूजी. गजाती चिरौंजी बाबूजी बाबूजी कहते हैं, बुलाते हैं. तब गजाती बाबूजी बाबूजी क्या कहता है, उंगलियों पर हिसाब लगाते हुए. 1 2 3 7 8, हाँ अभी तक 8 रोटियां ज़्यादा खर्च हुई, ये 8 आने तुम्हारी तनख्वाह से काटे जाओगे. എന്തിനാണ് ഇങ്ങനെ ബാബുജി ബാബുജി എന്ന് വിളിക്കുന്നത്, ഗജാത്തി പറയുന്നു. എന്നിട്ട് അദ്ദേഹം ഉംഗലിയോ पर ഹിസാബ് ലഗാത്തെ हुए, വിരലുകളിൽ കണക്കെടുക്കുകയാണ്. ഹിസാബ് കണക്ക്. 1 2 3 7 8, हाँ अभी तक 8 रोटियां ज़्यादा खर्च हुई, ഇതുവരെ 8 റൊട്ടികൾ കൂടുതലായിട്ട് ചിലവായി. ഈ 8 ആനെ, ഈ 8 എണ്ണത്തിൻ്റെയും പൈസ നിൻ്റെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യും. 12 എണ്ണം ഉണ്ടാക്കാൻ ഉള്ള സാധനത്ത് നീ 8 എണ്ണം ഉണ്ടാക്കിയതിൻ്റെ പൈസ ഞാൻ നിൻ്റെ ശമ്പളത്തിൽ നിന്ന് എടുക്കും എന്നാണ് പറയുന്നത്. ആപ്കി തൻഖാഹ് സെ മേ കാട്ട് ജാओगे, ऐसा कहता है गजाती ने चिरौंजी से. ചിറോഞ്ചി ബാബുജി മർ ജായേങ്കെ. ഗജാത്തി അങ്ങനെ ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് ബാബുജി മർ ജായേങ്കെ. ഗജാത്തി അബേ ബാബുജി നഹി മരേങ്കെ മരേഗ തൂ. ഗജാത്തി പറയാണ്, നീയല്ല മരിക്കാൻ പോകുന്നത്, അല്ല ഞാനല്ല മരിക്കാൻ പോകുന്നത്, നീയാണ് മരിക്കാൻ പോകുന്നത്. ചിറോഞ്ചി अब की दफ़ा बाबूजी माफ़ करें, आगे से 12 नहीं 16 स्लाइस निकासब. बाहर से आवाज़ें आते हैं. गजाती आवाज़ें सुनने लगता है, एक आवाज़. അങ്ങനെ ഞാനല്ല മരിക്കാൻ പോകുന്നത്, നീയാണ് മരിക്കാൻ പോകുന്നതെന്ന് ഗജാത്തി ചിറോഞ്ചിയോട് പറയുന്നു. അപ്പോൾ ചിറോഞ്ചി പറയുന്നു, अब की दफ़ा बाबूजी माफ़ करें, ഇത്തവണ എന്നോട് ബാബുജി ക്ഷമിക്കണം. മുജ്സെ ക്ഷമ കീജിയെ. ദഫ എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം എന്നുള്ള അർത്ഥമാണ്. ആകെ സെ 12 नहीं 16 സ്ലൈസ് നിക്കാസബ്. ഇനി ഞാൻ 12 പകരം 16 സ്ലൈസ് ഞാൻ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. आज से मैं 12 के स्थान पर 16 स्लाइस निकालेंगे या बनाएंगे. बाहर से आवाज़ें आती हैं, तब പുറത്തു നിന്ന് എന്തോ സൗണ്ട് കേൾക്കുന്നു. ഗജാത്തി ആവാസെ സുनने लगते हैं, ഗജാത്തി ആ സൗണ്ട് കേൾക്കുന്നു. बाहर से कुछ आवाज़ें आती हैं, वहीं ब्रैकेट में दिया है वो, तो उस समय आवाज़
सुनाना पड़ेगा। कैमरा उस आवाज़ की ओर जाना होगा, है ना। जब हम फिल्म बनाते हैं और नाटक बनाते हैं मंच पर, तो हमारे मन में मंच का वो दृश्य होना चाहिए. ഈ പഠിത്ത സമയം നമ്മൾ ഈ ഏകാംഗി പഠിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ക്യാമറയും അതുപോലെ സ്റ്റേജും ഒക്കെ ഉണ്ടാവണം, കഥാപാത്രങ്ങൾ, അതുപോലെ സിറ്റുവേഷൻസ് തുടങ്ങിയവ. तो मेरी बात नहीं समझते, അതിലൊരു ആവാസ് പറയുന്നത് ഇങ്ങനെയാണ്. പുറത്തു നിന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്, ആരോ സംസാരിക്കുന്നത്, അത് ഗജാത്തി കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ സൗണ്ടിൽ ഒരു സൗണ്ട് ഇങ്ങനെയാണ്, तो मेरी बात नहीं समझते, നീ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നില്ല എന്ന സൗണ്ടാണ് കേൾക്കുന്നത്. दूसरी आवाज़ इस प्रकार है, अगर तुम ठीक बात कहो तो वह सबकी समझ में आ सकती है. രണ്ടാമത്തെ ശബ്ദം ഇപ്രകാരമാണ് പറയുന്നത്. അപ്പോൾ ഈ സംസാരം മാത്രമേ കേൾക്കുന്നുള്ളൂ, വ്യക്തികളെ കാണിക്കുന്നില്ല, സ്റ്റേജിൽ വ്യക്തികൾ വരുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ സംസാരം ഇപ്രകാരമാണ്, അഗർ തും ടീക്ക് ബാത് കഹോ തോ വ സബ് ടീക്ക് സമജ് മേ ആ സക്തി ഹൈ. നിങ്ങൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാവും എന്നാണ് രണ്ടാമത്തെ സൗണ്ട് പറയുന്നത്. അഗർ ടീക്ക് ബാത് കഹേ തോ ടീക്ക് സെ സമജ് മേ ആ സക്തി ഹൈ. ഗജാത്തി അഗല വാർത്താലാപ് ഗജാത്തി കാ ഹൈ. ചിരൗഞ്ചി സെ. കിസ്സെ? ചിരൗഞ്ചി സെ. ആരോടാണ് പറയുന്നത്? ചിരൗഞ്ചിയോട് ഗജാത്തി പറയുകയാണ്, ജാ ബേ കാം കർ, ജാ പോയിക്കോളൂ, പോയി പണിയെടുക്ക്, ജോലി ചെയ്യ്. കാരണം ഗജാത്തിയുടെ പണിക്കാരനാണ് ഈ ചിരൗഞ്ചി. चिरौंजी जाता है, तो जाने का वो दृश्य भी हमें दिखाना है स्टेज पर. दाहिनी ओर से शंकर और राधे का प्रवेश. शंकर एक पोलो शर्ट और हाफ पैंट पहने हैं, हष्ट पुष्ट खूबसूरत युवक. राधे रेशम का कुर्ता और महीन धोती पहने हैं, आंखों पर चश्मा. एक हरे बदन का दुबला सा युवक. राधे और शंकर गजाती के पास वाली मेज़ के ईद गिर्द पड़ी कुर्सियों पर आमने सामने बैठे हैं. അങ്ങനെ ആ രണ്ട് ആവാസിൻ്റെയും രണ്ട് ശബ്ദങ്ങളുടെയും ഉടമകൾ, അവരെയാണ് ഈ ബ്രാക്കറ്റിൽ പരിചയപ്പെടുത്തുന്നത്. അതിലൊരാൾ ശങ്കർ, രണ്ടാമത്തെ ആൾ രാധെ എന്ന് പറയുന്ന വ്യക്തിയാണ്. ശങ്കറും രാധയും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വിശ്വവിദ്യാലയക്ക് വിദ്യാർത്ഥിയാം ഹെ, യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളാണ്. ദാഹിനി ഓർസ്, റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മുടെ ശങ്കർ അതുപോലെ രാധയും പ്രവേശിക്കുന്നത് ആ കടയിലേക്ക്, ആ റെസ്റ്റോറൻറ്റിലേക്ക്. ശങ്കർ एक പോളോ ഷർട്ട് ഒരു ഹാഫ് പാൻറ്റ് പെഹനെ, ഒരു പോളോ ഷർട്ടും അതുപോലെ ഹാഫ് പാൻറ്റുമാണ് ധരിച്ചിരിക്കുന്നത്. ഹഷ്ട് പുഷ്ട് ഖൂബ്സൂരത് യുവകാണ്. ശങ്കർ എന്ന് പറയുന്ന വ്യക്തി വളരെ ബലപുഷ്ടമായ, വളരെ സുന്ദരനായ ഒരു യുവാവാണ്. രാധെ രേഷം ക കുർത്ത ഒരു മഹീൻ ധോത്തി പെഹനെ ഹെ. രാധെ എന്ന് പറയുന്ന വ്യക്തി രേഷം ക കുർത്തയും അതുപോലെ മഹീൻ ധോത്തിയുമാണ് ധരിച്ചിരിക്കുന്നത്. ആംഖോं पर ചഷ്മ, एक हरे बदन का दुबला सा युवक. അതുപോലെ തന്നെ കണ്ണട ധരിച്ചിട്ടുണ്ട്, ചഷ്മ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രത്യേകത എന്ന് പറയുന്നത് ദുബലാസ യുവക്, മെലിഞ്ഞിട്ടാണ്, ഒരു മെലിഞ്ഞ യുവാവാണ്. राधे और शंकर गजाती के पास वाली मेज़ के ईद गिर्द पड़ी कुर्सियों पर आमने सामने बैठते हैं. അവർ രണ്ടുപേരും ചെന്നിട്ട് ഗജാത്തിയുടെ അടുത്തുള്ള ടേബിളിൻ്റെ അടുത്തായിട്ട് അവിടെ അങ്ങനെ ഇങ്ങനെയും കിടക്കുന്ന ഈദ് ഗീത്, അതായത് മറിഞ്ഞ് ഓർഡറില്ലാതെ കിടക്കുന്ന ആ രണ്ട് കുർസിയും എടുത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആംനെ സാംനെ ഇരിക്കുന്നു. शंकर और राधे प्रवेश करता है और दो कुर्सी में आमने सामने बैठते हैं. उसमें शंकर जो है अष्टपुष्ट खूबसूरत युवक है और राधे जो है चश्मा पहना है और दुबला सा युवक है. राधे, मिस्टर शंकर, आप शेल्ली को समझे ही नहीं. नेपोलियन की क्या हस्ती जो शेल्ली का समदा कर सके.
राधे शंकर से आमने सामने बैठकर बोलता है कि मिस्टर शंकर, आप ഷെല്ലിക്ക समझे ही नहीं, താങ്കൾ ഷെല്ലിയെ മനസ്സിലാക്കിയിട്ടില്ല. നെപ്പോളിയൻ की क्या अस्ति जो ഷെല്ലി का समुदा कर सके. നെപ്പോളിയൻ എന്താണ് യോഗ്യത അല്ലെങ്കിൽ ഉള്ളത്, എന്താണ് ചെയ്തിട്ടുള്ളത് നെപ്പോളിയൻ? ഷെല്ലിയുമായിട്ട് താരതമ്യം ചെയ്യാൻ നെപ്പോളിയൻ എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ്. नेपोलियन ने क्या किया, उनकी क्या योग्यता है जो ഷെല്ലി की समुदा या तुलना कर सके. तो इसका मतलब है ഷെല്ലി का समर्थक है कौन? राधे. राधे जो है ഷെല്ലി का समर्थक है और शंकर जो है നെപ്പോളിയൻ का समर्थक है. ഇവിടെ രാധ എന്ന് പറയുന്ന വ്യക്തി ഷെല്ലിയുടെ സമർത്ഥകനാണ്, സപ്പോർട്ടർ അല്ലെങ്കിൽ റോൾ മോഡലായിട്ട് എടുത്ത ആളാണ്. അതുപോലെ ഇവിടെ ശങ്കർ എന്ന് പറയുന്ന വ്യക്തി നെപ്പോളിയൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. വളരെ പ്രസിദ്ധരായ വ്യക്തികളാണ് നെപ്പോളിയനും അതുപോലെ ഷെല്ലിയും. ഷെല്ലി എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാം ഇംഗ്ലീഷ് സാഹിത്യത്തിലെ റൊമാൻറ്റിക് പോയറ്റാണ്. അതുപോലെ നമ്മുടെ നെപ്പോളിയൻ എന്ന് പറയുന്ന വ്യക്തി ഫ്രാൻസിലെ വിശ്വപ്രസിദ്ധനായ മഹാനായ സേനാപതിയെ മിലിറ്ററി ലീഡറാണ്, സേനാപതിയാണ്, ഫ്രാൻസിലെ രാജാവും ഒക്കെയാണ് ആര്? നെപ്പോളിയൻ. നെപ്പോളിയൻ और ഷെല്ലി जाने माने व्यक्तित्व है. अंग्रेज़ी साहित्य के रोमांटिक पोएट है ഷെല്ലി और नेपोलियन जो है सबसे महान सेनापति है फ्रांस के और राजा भी हैं. शंकर. तब ये बोलते समय शंकर उसका जवाब देते हुए कहते हैं, शंकर, अगला शंकर की ओर है. हाँ जनाब, वह पिनपिनाने वाला ഷെല്ലി, उसकी नेपोलियन के साथ तुलना करना नेपोलियन का अपमान करना होगा. तब शंकर जवाब देता है कि शरी सर जनाब, वह पिनपिनाने वाला ഷെല്ലി, फिलिपिन वाले ഷെല്ലി, उसकी नेपोलियन के साथ तुलना करना, ആ ഷെല്ലിയെ നെപ്പോളിയനുമായിട്ട് താരതമ്യം ചെയ്യുക എന്ന് പറയുന്നത് നെപ്പോളിയൻക്ക് അപമാനം കർണാവുക, നെപ്പോളിയനെ അപമാനിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ശങ്കർ മറുപടി കൊടുക്കുന്നു. ഇവിടെ ശങ്കർ വിട്ടുകൊടുക്കുന്നില്ല, രാധയും വിട്ടുകൊടുക്കുന്നില്ല. दोनों बहस कर रहे हैं नेपोलियन और ഷെല്ലി के नाम लेकर. നെപ്പോളിയനുമായിട്ട് ഷെല്ലിയെ താരതമ്യം ചെയ്യുക എന്ന് പറയുന്നത് അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് ഇവിടെ ശങ്കർ രാധയോട് പറയുന്നത്. तब राधे, अच्छा आप बतलाइए कि इतनी ऊंचाई, इतनी गहराई, इतनी पवित्रता, इतना विद्रोह और इतना सत्य जितना ഷെല്ലി की पंक्तियों में है कहाँ मिलेगा. उसने जो संदेश संसार को दिया है वो नेपोलियन के बस की बात कहाँ थी. ഷെല്ലി ने हमें प्रेम का मार्ग दिखलाया. उसने बर्बरता और पशुता के उन सिद्धांतों का खंडन किया जिनका वो तुम्हारा नेपोलियन प्रवर्तक था. അപ്പോൾ രാധ പറയുകയാണ്, अच्छा आप बतलाइए कि इतनी ऊंचाई, इतनी गहराई, इतनी पवित्रता, इतना विद्रोह और इतना सत्य जितना ഷെല്ലി की पंक्तियों में है कहाँ मिलेगा. അദ്ദേഹത്തിൻ്റെ വരികളിലെ, കവിതാ വരികളിലെ പ്രത്യേകതകളാണ് പറയുന്നത്. ഇത്രയും ഡീപ്പായിട്ട്, ഇത്രയും പവിത്രമായിട്ട്, വിദ്രോഹ രീതിയിൽ, അതുപോലെ സത്യം ഒക്കെ എവിടെയാണ് കിട്ടുക? ഇത്രയും ഡീപ്പായിട്ട്, അത്രയ്ക്കും ആഴം, ഇത്രയും പ്രത്യേകതകൾ വേറെ എവിടെ കിട്ടും എന്ന് ചോദിക്കുന്നു. राधे बताते हैं कि ഷെല്ലി के पंक्तियों में गहराई है, पवित्रता है, विद्रोह है, വിപ്ലവമുണ്ട്, ആഴമുണ്ട്, പവിത്രതയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. उसने जो संदेश संसार को दिया है वो नेपोलियन के बस की बात कहाँ थी. उसने संदेश भी दिया है संसार को.
രാധ കേൾത്ത ഹെ രാധ പറയുകയാണ് അദ്ദേഹം വലിയൊരു സന്ദേശം വരെ കൊടുത്തിട്ടുണ്ട്. അത് നെപ്പോളിയൻ ഒന്നും സാധിക്കാത്ത കാര്യമാണ്. നെപ്പോളിയൻ കെ ബസ് കി ബാത്ത് നഹി ഹെ. ഷെല്ലിനെ ഹമേ പ്രേം ക മാർഗ് ദിക്ലായ. അതുപോലെ തന്നെ രാധ പറയുകയാണ് ഷെല്ലി നമുക്ക് പ്രേമത്തിൻ്റെ മാർഗം കാണിച്ചു തന്നു. എന്താണ് പ്രേമമെന്ന് കാണിച്ചു തന്നു. കാരണം റൊമാൻറ്റിക് പോയറ്റാണ്. അദ്ദേഹത്തിൻ്റെ കവിതയിലെ പ്രത്യേകതകളും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയുമാണ് ഇവിടെ രാധയെ പറയുന്നത്. കാരണം രാധ ഇവിടെ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഉസ്നെ ബർബറത ഒരു പശുതാക്കി ഉൻ സിദ്ധാന്തോ ക ഖണ്ഡൻ കിയ. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം എന്ന് പറയുന്നത് ഈ ബർബറത, അതുപോലെ പശുത, മൃഗീയത, അതുപോലെ മനുഷ്യൻ്റെ ക്രൂര സ്വഭാവം, ആ സിദ്ധാന്തങ്ങളെയൊക്കെ അദ്ദേഹം ഖണ്ഡനം ചെയ്തിട്ടുണ്ട്. വ തുമാര നെപ്പോളിയൻ ക പ്രവർത്തകത്ത. അതിൻ്റെയൊക്കെ പ്രവർത്തകനായിരുന്നു ആര്? നെപ്പോളിയൻ എന്നാണ് പറയുന്നത് രാധെ. നമ്മുടെ നെപ്പോളിയനെ കുറ്റപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. ഇവിടെ പ്രേമം അല്ലെങ്കിൽ ലവ് ആണ് ഇമ്പോർട്ടൻസ് കൊടുത്തെങ്കിൽ അതിന് ഓപ്പോസിറ്റായ കാര്യത്തിനാണ് നെപ്പോളിയൻ പ്രവർത്തിച്ചത് എന്നാണ് പറയുന്നത് ശങ്കർ. देखो जी राधे, शेल्ली ने जो कुछ कहा वो सब पागलपन था. शंकर പറയുകയാണ്, शंकर बोलता है कि देखो जी राधे, राधा जी, ഷെല്ലി ने जो कुछ कहा सब पागलपन था. ഷെല്ലി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഭ്രാന്താണ്, पागलपन था. किस पवित्रता और संदेश की बात हो, इनका दुनिया में कोई अस्तित्व नहीं. എന്ത് പവിത്രതയുടെ ആയിക്കോട്ടെ, അതുപോലെ സന്ദേശമായിക്കോട്ടെ അദ്ദേഹം പറയുന്നത്, അത് ഈ ദുനിയാമേ ഒരു അസ്തിത്വവുമില്ലാത്ത കാര്യങ്ങളാണ്. പവിത്രതയും അതുപോലെ തന്നെ മറ്റു സന്ദേശവും അദ്ദേഹം കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഈ ദുനിയാവിൽ, ഈ ദുനിയാമേ, ഈ ലോകത്ത് അതിനൊരു അസ്തിത്വവുമില്ല. कोई अस्तित्व नहीं है. जो भी संदेश और पवित्रता के बारे में आप बता रहे हैं ഷെല്ലി के बारे में, इस दुनिया में कोई अस्तित्व नहीं है. നെപ്പോളിയൻ ശക്തി ക പ്രതിനിധി था. നെപ്പോളിയൻ जो है ശക്തി ക പ്രതിനിധി ആയിരുന്നു, ശക്തിയുടെ പ്രതിനിധിയായിരുന്നു. और ശക്തി ഹി സത്യ ഹെ. ശക്തിയാണ് സത്യം. നിത്യ ഹെ, എപ്പോഴുമുള്ളതാണ്. കൽപ്പന കി ലോക में जो आदमी विचरता है वह कायर है. കൽപ്പനയുടെ ലോകത്ത് ജീവിക്കുന്ന അവർ ഭീരുവാണ്. കായർ എന്ന് പറഞ്ഞാൽ ഭീരുവാണ്. वो भीरू है, कायर है, जो कल्पना के लोग में चलता है या विचरता है. ये वास्तविक जगत से मुँह छिपाकर वह कल्पना का जगत बनाता है. इस वास्तविक जगत से मुँह छिपाकर वह कल्पना का जगत बनाता है. ഈ വാസ്തവിക റിയലായിട്ടുള്ള ഈ ഭൂമിയിൽ നിന്ന് മുഖം തിരിച്ച് അല്ലെങ്കിൽ മുഖം ഒളിപ്പിച്ച് കൽപ്പനയുടെ ലോകത്തേക്ക് അല്ലെങ്കിൽ കൽപ്പനയുടെ ലോകം ഉണ്ടാക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. इस वास्तविक जगत को मुँह छिपाकर वो कल्पना का जगत बनाता है. आदमी तो वो जो इसी दुनिया को अपनी कल्पना की दुनिया में बदल सके. റിയലായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്, മനുഷ്യൻ എന്ന് പറയുന്നത് जो है इस दुनिया को अपनी कल्पना की दुनिया में बदल सके. ഈ ലോകത്തെ ഈ കൽപ്പനയിൽ നിന്ന് മാറ്റുന്നതാരാണോ അദ്ദേഹമാണ് ആത്മി. നെപ്പോളിയൻ മേ വഹ് താക്കത്ത് ഹെ. നെപ്പോളിയൻ മേ വഹ് താക്കത്തി. നെപ്പോളിയനിൽ ആ ഒരു ശക്തി ഉണ്ടായിരുന്നു. സാങ്കല്പിക ലോകത്തിൽ നിന്ന് യഥാർത്ഥ ലോകത്തിലേക്ക് മാറ്റാനുള്ള ശക്തി നമ്മുടെ നെപ്പോളിയനുണ്ട്, ഷെല്ലിക്കില്ല എന്നാണ് പറയുന്നത്. വ്യക്തിത്വ, അതൊരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. നെപ്പോളിയൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. രാധ कहते हैं ये सुनकर നെപ്പോളിയൻ പശുത്ത. നെപ്പോളിയൻ എന്ന് പറയുന്ന ആൾ മൃഗമാണ് എന്നാണ് രാധ പറയുന്നത്. അങ്ങനെ അവിടെ ബഹളം തുടർന്നുകൊണ്ടിരിക്കുന്നു. ആപ്പസ് മേ ബഹസ് ചലते रहते हैं राधे और शंकर के बीच में. राधे जो हैं
शेल्ली का समर्थक है, शेल्ली का समर्थन करते हैं, और शंकर जो है नेपोलियन का समर्थक है, नेपोलियन का समर्थन करते हैं। ये कहाँ चलता है? यहाँ गजाती का रेस्टोरेंट में। गजाती के रेस्टोरेंट में उनके अलावा चिरौंजी भी हैं। आज का कक्षा इतना ही। आप लोगों को समझ में आया है ये मैं മാനता हूँ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം, ധന്യവാദ്.